മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ കെ എം ഷാജി വീണ്ടും ആവർത്തിക്കുകയാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ സ്ഥലപ്രശ്നമാണെങ്കിൽ തങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ ആ കാര്യത്തിൽ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങൾ 3 ആഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനകൾക്ക് മീറ്റിംഗ് വിളിച്ചു കൊടുത്തു. കാരണം അതൊരു കൈവിട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മുനമ്പത്ത് അവിടെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം. അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകൾ ചെയ്തത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നയവും. അതിൽ നിന്ന് ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ മുനമ്പത്ത് പോയി. അവിടെ അഭിനന്ദരായ ബിഷപ്പുമാരൊക്കെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. മുസ്ലിം സംഘടനയുടെ അഭിപ്രായം ഇതാണ്. അതിൽ അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘടനയുടെ കർശനമായിട്ടുള്ള നിലപാട്. അതിൽ നിന്നൊരു പുറകോട്ട് പോക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ പാർക്കുന്നവരെ അവിടെ വിടുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ആശങ്ക. അപ്പോൾ ഞങ്ങളിത് പറഞ്ഞതോടുകൂടി അവർക്ക് വലിയ ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം ബിഷപ്പ്മാരെല്ലാം നമ്മുടെ ചക്കാലക്കലും മറ്റൊക്കെ അതിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ്. അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. സർക്കാർ ഇത് വൈകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഈ കാര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അവർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ലീഗിൻ്റെ നിലപാട് ഉറച്ച നിലപാടാണ്. അത് മുസ്ലിം സംഘടനകളുടെ നിലപാടാണ്, മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. അതിൻ്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത്. വഖഫ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് സർക്കാരാണ് തടയേണ്ടത്. സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. വഖഫ് അല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം വഖഫ് അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് വഖഫ് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് സമൂഹത്തിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കുകയല്ലേ. കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം. കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് BJPക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞത്. വഖഫല്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വഖഫല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നല്ലോ. പറഞ്ഞു കഴിഞ്ഞല്ലോ. ലീഗിലെ നിലപാട് പറഞ്ഞു. ലീഗിൽ പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ്. നേതൃത്വം പറയുന്ന ലീഗിന്റെ അത് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും, അത്രേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു അയച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. 2 വിഷയങ്ങളിലാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാത്തവർ നേതൃത്വത്തിനെ വെല്ലുവിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് മുൻപം വിഷയവുമായി പറഞ്ഞത്. KM ഷാജിയാണ് സതീശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും വഖഫ് ഭൂമി ആവുകയോ അല്ലാതെയോ ആവുകയില്ല എന്നാണ് KM ഷാജി പറഞ്ഞത്. ഇപ്പോൾ ആ വിഷയത്തിൽ വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ തീർച്ചയായും ലീഗ് നേതൃത്വവും തയ്യാറാകുന്നില്ല. അത് രമ്യമായി പരിഹരിക്കണമെന്നതാണ് ലീഗ് നിലപാടെന്നാണ് കുടിയൊഴിപ്പിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അരുൺ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നിട്ട്. അരുൺ, നമുക്കിതിലെ 2 വിവരങ്ങളും വേണം. ആദ്യം നമുക്ക് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രതികരണം നോക്കാം. നോക്കൂ, KM ഷാജിയുടെ പ്രതികരണം, VD സതീശന്റെ പ്രതികരണം തുടങ്ങിയവയൊക്കെ വന്നതിന് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം എവിടെയും തൊടാതെ ആരെയും വേദനിപ്പിക്കാതെ ഈ പരാമർശം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായും ലീഗിൻ്റെ ഒരു ശൈലി എന്നോണം PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ശൈലി നമുക്കറിയാം. ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത വിധത്തിൽ തന്നെ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു ശൈലിയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടേത് എന്നുള്ളത് തന്നെ. പക്ഷേ അവിടെ പോലും അത്തരത്തിലൊരു ഭിന്നാഭിപ്രായം വരുന്ന ഒരു സാഹചര്യം സാധാരണ പാണക്കാട് തങ്ങളുടെ വാക്ക് അവസാന വാക്കായി കാണുന്നതാണ് ലീഗിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊരു ഭിന്നസ്വരങ്ങൾ വരുന്നത് അത് എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നുള്ള ലീഗിൻ്റെ ശൈലി. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. VD സതീശൻ്റെ ഈ മുനമ്പം പരാമർശവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു
ഭിന്നതയായ അഭിപ്രായമാണ് കണ്ടത്. അവിടെയും തങ്ങളും വി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതൃത്വം അതിലൊരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന യോഗം എന്ന് പറയുന്നത് പ്രധാനമായും ലീഗ് നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നതയാണ്. അത് സമസ്തയിലെ ആഭ്യന്തര പ്രശ്നമാണ്. സമസ്തയുടെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഒരു പ്രശ്നം, അതിലൊരു സമവായ ചർച്ചയ്ക്കാണ് ഇന്ന് പാണക്കാട് യോഗം ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും സമസ്തയിലെ ആഭ്യന്തര വിഷയം എന്ന് പറയുമ്പോൾ പോലും അത് രാഷ്ട്രീയപരമായി പ്രതിഫലിക്കുമ്പോൾ ഏറ്റവും അത് ലീഗിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ശേഷവും അതിന് മുൻപ് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പരിഹരിക്കാനുള്ള സമവായ ചർച്ചയിൽ ഒരു വിഭാഗം വരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വിഭാഗീയതയാണ് പരിഹരിക്കപ്പെടുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമവായത്തിൽ പോലും സമവായം എന്ന ഫോർമുലയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു നേതാവ് പോലും ഇടപെട്ടിട്ട് പോലും അതിന് വഴങ്ങാൻ ലീഗ് വിരുദ്ധർ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. 89-ന് ശേഷവും മറ്റൊരു 89 ആവർത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുന്നു എന്ന തരത്തിൽ ഉള്ള വാദങ്ങൾ പല ഭാഗത്തു നിന്നായി നമ്മൾ കേൾക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് എന്തായാലും ഉണ്ടാക്കുന്നത്. മാധു സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ശേഷമാണ് ഒരു ചടുല നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ലീഗ് അനുകൂല വിഭാഗം രാവിലെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ, സമസ്തയുടെ ഒരു വിഭാഗം നേതാക്കളെത്തി, ലീഗ് അനുകൂലികളായ നേതാക്കളെത്തി പാണക്കാട് ചർച്ച നടത്തുന്നു, മടങ്ങുന്നു. 3 മണിക്ക് ഇവരെത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നത് അച്ചടക്ക ലംഘനം തന്നെയായിരിക്കും. എത്താതിരുന്നാൽ അത് അച്ചടക്ക ലംഘനമായിരിക്കും. അത് ഒരിക്കലും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പോൾ എന്താകും അതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്നുള്ളത്, ഇനി ഇവർ പങ്കെടുത്തില്ലെങ്കിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് പ്രധാനം. അത് നമ്മൾ ഈ ലീഗ് നേതാക്കളോട്, പി കെ കുഞ്ഞാലിക്കുട്ടിയോടും സാദിഖ് അലി തങ്ങളോടും ചോദിച്ചപ്പോൾ അത് നമുക്ക് പരിശോധിക്കാം, അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണല്ലോ എന്ന് അവർ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു വിഭാഗീയത അവിടെ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിന് എന്ത് ഫോർമുലയാണ് ലീഗും സമസ്ത നേതൃത്വവും ചേർന്ന് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ അനുസരിക്കാൻ ഈ വിരുദ്ധ വിഭാഗം തയ്യാറാകുമോ, ഈ അനുകൂലിക്കുന്ന വിഭാഗത്തിന് മറ്റൊരു നിലപാടുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ എന്തായാലും വരും മണിക്കൂറിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഫോർമുല ഇക്വേഷനിലേക്ക് തന്നെ കടക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. എന്തായാലും മാധു, ദിവിഷ്.